ഏറെ നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. ലോക മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രവും ഇന്നത്തെ പ്രസക്തിയും പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. 1948 ഡിസംബർ മാസം 10-ാം തീയതിയാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശത്തിൻ്റെ മാഗ്ന കാർട്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത്. ഔദ്യോഗികമായി ലോക മനുഷ്യാവകാശ ദിനാചരണം 1950 ഡിസംബർ 10 മുതലാണ് ആരംഭിച്ചത്. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജനനം മുതൽ അവന് ലഭ്യമാകേണ്ട, ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അവന് ലഭ്യമാകേണ്ടതായ അവകാശങ്ങൾ ആണ് മനുഷ്യാവകാശങ്ങളെന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. ഇന്ന് അതിൻ്റെ അലകും പിടിയും ഒക്കെ മാറിയിരിക്കുന്നു. ആധുനിക സാമൂഹ്യ ക്രമത്തിൽ മനുഷ്യാവകാശം എന്നുള്ളത് പുതിയ നിർവചനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളായാലും ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളായാലും ലോകമെമ്പാടുമുണ്ടായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്നും മനുഷ്യനെ എന്നും പുതുക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും വേണ്ടി നിരന്തരമായ ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരുന്നവയാണ്. അതിനെക്കുറിച്ചുള്ള ചരിത്രത്തിലേക്ക് ഒന്നും നമുക്ക് പോകേണ്ടതില്ല. മനുഷ്യനെ അടിമയായി കണക്കാക്കി ഒരു നായയ്ക്ക് ലഭിക്കേണ്ട അവകാശം പോലും നൽകാതെ കഴുത്തിൽ ചങ്ങലയണിയിച്ച് അടിമ കമ്പോളത്തിൽ വിറ്റിരുന്ന ഒരു സാഹചര്യം മനുഷ്യനുണ്ടായിരുന്നു. അന്ന് നരൻ അശുദ്ധ വസ്തുവായിരുന്ന കാലഘട്ടമാണ്, അല്ലേ? നരൻ അശുദ്ധ വസ്തുവായിരുന്ന ഒരു കാലഘട്ടം, ഐത്താചരണത്തിൻ്റെ കാലഘട്ടം. ഇതെല്ലാം മനുഷ്യാവകാശ ധ്വംസനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ വ്യത്യസ്ത മേഖലകളാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം തന്നെ നിരന്തരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഏറെ പ്രസക്തിയുണ്ട്. മനുഷ്യരിൽ നിന്ന് ദയയും ധർമ്മവും നീതിയും സഹവർത്തിത്വവും സഹിഷ്ണുതയും ഇതൊക്കെ, ഇത്തരത്തിലുള്ള സദ്ഗുണങ്ങളൊക്കെ മാറിയിട്ട് കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സാമൂഹ്യക്രമത്തിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യാവകാശ ലംഘനം ഇന്ന് സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോയുമായി കടന്നു വരണമെന്ന് ആഗ്രഹിച്ചത്. നമുക്ക് ഏറെ പറയാനുമുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഏറെ ജാഗ്രത വേണ്ട ഒരു കാലമാണ്. നമുക്ക് ഒട്ടേറെയായ നിയമങ്ങളും നിയമ സംരക്ഷണങ്ങളും നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ അന്തർദേശീയ നിയമ രംഗത്ത് ഒരു പൗരന് ഉറപ്പുവരുത്തുമ്പോൾ പോലും പലപ്പോഴും ഏടിലെ പശു പുല്ലു തിന്നില്ല എന്നുള്ള പ്രയോഗം നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നിയമത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രിൻസിപ്പിൾ, ഒരു ലാറ്റിൻ പ്രിൻസിപ്പിൾ ഉണ്ട്. ഉബി ജസ് ഇബി റെമഡിയം എന്ന് പറഞ്ഞാൽ വേർ ദർ ഈസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി എന്നാണ്. നമുക്കിഷ്ടം പോലെ എണ്ണമറ്റ തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമ്പോഴും പലപ്പോഴും അത് ലംഘിക്കപ്പെടുകയും നിയമങ്ങൾ ഉള്ളപ്പോൾ അത് പലപ്പോഴും അത് പരിരക്ഷയാകാതെ വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നമുക്ക് തീർച്ചയായും ഒരു റൈറ്റ്, ഒരു അവകാശം ഉണ്ടാകുമ്പോൾ അതിനെ പരിരക്ഷിക്കുവാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ രാജ്യത്ത് നിയമ സംവിധാനം ഉറപ്പുവരുത്തുന്നുണ്ട്. എന്നാൽ സാമൂഹ്യക്രമങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, പലതരത്തിലുള്ള ഇടപെടലുകൾ, ഇവയൊക്കെ തന്നെയും നമ്മുടെ ഇത്തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളിൽ നമുക്ക് സംശയമുണ്ടാക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അവകാശ കേന്ദ്രങ്ങളിലെ ഇടപെടലുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഇന്ന് ഒരു സംഘർഷമായി മാറിയിരിക്കുകയാണ്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൽ
ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായും നഗ്നമായ മനുഷ്യാവകാശ ലംഘനമുണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും തന്നെ പലപ്പോഴും വ്യക്തിഗതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന്, അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. മറ്റൊന്നുമല്ല, കാരണം നമുക്കറിയാം, വിഖ്യാത ബംഗാളി നോവലിസ്റ്റായിട്ടുള്ള ബിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാം എന്ന ഒരു നോവലുണ്ട്. അത് മിക്കവരും വായിച്ചിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരുമാണ് ആ നോവലിൽ പറയുന്നത് പോലെ എന്തും ഏതും നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന സാമൂഹ്യ ക്രമമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഏതു തരത്തിലുള്ള ബന്ധങ്ങൾ നിശ്ചയിക്കുന്നതിലും ഒക്കെ തന്നെ കമ്പോളത്തിൻ്റെ വല്ലാത്ത ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ഇതൊക്കെയും നമ്മുടെ മനുഷ്യാവകാശ ലംഘനത്തിന് കാരണമാകുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കൃത്യമായി മനുഷ്യാവകാശ ലംഘനങ്ങളെ സംബന്ധിച്ച് ഉള്ള സംരക്ഷണത്തിന് വേണ്ടി ഒട്ടേറെയായ നിയമ നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന 1949 നവംബർ 26 അത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. അതിനും വർഷങ്ങൾക്ക് ശേഷം, അല്ലേ, ഒരുപാട് നാളായില്ല, 1949 ഡിസംബർ 10 നമുക്ക് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഭരണഘടനയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഈ മാഗ്ന കാർട്ടയിൽ, മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള ഈ മാഗ്ന കാർട്ടയിലെ പ്രധാനപ്പെട്ട തത്വങ്ങളൊക്കെയും തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ റൈറ്റ് ടു ഈക്വാളിറ്റി. ആ റൈറ്റ് ടു ഈക്വാളിറ്റി, തുല്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് ജീവിക്കുവാനുള്ള അവകാശം, അങ്ങനെ ഒട്ടേറെയായ ചൂഷണത്തിൽ നിന്നുള്ള അവകാശം, ചൂഷണത്തിൽ നിന്ന് തടയാനുള്ള അവകാശം, മതപരമായ അവകാശങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് റിട്ടുകൾ ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഇവ ഒക്കെ തന്നെ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ്. നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈടുവയ്പുള്ള നിയമ സംരക്ഷണമാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആൻഡ് റെമഡീസിലൂടെ കിട്ടുന്നത്, റിട്ടുകൾ പോലെയുള്ളവ. അപ്പോൾ അതിനെ സംബന്ധിച്ചൊന്നും തന്നെ ആധികാരികമായി പറഞ്ഞു പോകുവാൻ ഇപ്പോൾ സമയത്തിൻ്റെ ക്ലിപ്തതയിൽ നിന്നുകൊണ്ട് പറയുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം സമയത്തിൻ്റേതായ ഇത് കേൾക്കുന്നതിനുള്ള കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ശരി, 1997 ഡി കെ ബസു